നമസ്സർവേഭ്യഃ. ഇന്ന് നമുക്ക് മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർ ഉപയോഗിച്ച ദിവ്യമായ ശംഖുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പാഞ്ചജന്യം ശ്രീകൃഷ്ണൻ ഉപയോഗിച്ചിരുന്ന ശംഖാണിത്. ഭഗവാൻ കൃഷ്ണൻ പഞ്ചജനൻ എന്ന അസുരനെ വധിച്ചു നേടിയ ശംഖാണിത്. വെളുത്ത നിറത്തിലുള്ള ഐശ്വര്യപൂർണമായ ശംഖ്. അടുത്തത് ദേവദത്തം, അർജുനന്റെ ശംഖാണിത്. സ്വർണ്ണ നിറത്തിലുള്ള അലങ്കാരങ്ങളോട് കൂടിയത്. മയൻ അർജുനന് നൽകിയ ദിവ്യമായ ശംഖാണിത്. ചിലയിടങ്ങളിൽ ഇന്ദ്രനെന്നും പരാമർശമുണ്ട്. അടുത്തത് പൗണ്ഡ്രം, ഭീമന്റെ ശംഖാണിത്. വലിപ്പമേറിയതും ഗംഭീരവുമായ ശംഖ്. ഭീമന്റെ കരുത്തിന് അനുയോജ്യമായ രീതിയിൽ അതിഭയങ്കരമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒന്നാണിത്. അനന്തവിജയം, യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ശംഖാണ്. നീളമുള്ളതും രാജകീയമായതുമായ ശംഖാണിത്. പേര് പോലെ തന്നെ ധർമ്മത്തിൻ്റെ വഴിയിൽ നടക്കുന്നവർക്ക് ലഭിക്കുന്ന വിജയം അനന്തവും ശാശ്വതവുമാണെന്ന് ഈ ശംഖുനാദം ലോകത്തോട് വിളിച്ചു പറയുന്നു. സുഘോഷം, നകുലന്റെ ശംഖാണിത്. മനോഹരമായ കൊത്തുപണികളുള്ളതാണിതിന്. അടുത്തത് മണിപുഷ്പകം, സഹദേവന്റെ ശംഖാണിത്. രത്നങ്ങൾ പതിച്ചതുപോലെ തിളക്കമുള്ള ശംഖാണിത്. പാണ്ഡവപക്ഷത്തെ ഈ ഓരോ ശംഖുകളും കേവലം ഉപകരണങ്ങളായിരുന്നില്ല, മറിച്ച് ഓരോരുത്തരുടെയും കഴിവിൻ്റെയും ഈശ്വരാനുഗ്രഹത്തിൻ്റെയും അടയാളങ്ങളായിരുന്നു. വീണ്ടും ഒരു